എവിടാണ് അവർ എൻട്രി എടുക്കാൻ വണ്ടി തട്ടിയിടാൻ റാവമ്മൻ ശ്രമിച്ചു. പക്ഷേ റാവുവിന്റെ വണ്ടി താഴെ പോയി. ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് കൂടിപ്പോയതാന്ന് തോന്നുന്നു. ഡിജെയുടെ 2 പ്ലേയേഴ്സ് ഇവിടെ ബൈ ഫുട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സോൺ ഇല്ല എന്ന് അവർ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. തിരിച്ച് വണ്ടിയിൽ വീഡിയോ തരാൻ വേണ്ടിയാ ബിറ്റ് ചെയ്യാൻ പോകുമ്പളേ. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നിർത്തിക്കൊണ്ട് ഇതേ സെയിം സോൺ ആയിരുന്നു. ഈ താഴെ ഉണ്ടല്ലോ സോൺ എൻട്രിക്ക് വേണ്ടി TGA ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു ഫൈറ്റ് ആയിരുന്നു അന്നത്തെ. ഒരു ആംഗിളിൽ നിന്നും അവരെ എൻട്രിക്ക് അലോ ചെയ്യുന്നില്ല. ആണോ? അവരുടെ വണ്ടികളെ നിരന്തരം ചൂഷണം ചെയ്യുന്നു. നീലകണ്ഠൻ ഇവരെന്തോ ഒരു സമയത്ത് കൊച്ചുപിള്ളേർക്ക് താരട്ടോട്ട് ഓടുന്നു, ഒരു സമയത്ത് പെട്ടെന്ന് ഞെട്ടി എണീക്കും. TV 10 മിനിറ്റ് ടർഫ് തീർത്തില്ല എന്നാ. ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ 20 നമുക്ക് പുതിയൊരു റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. 20 മിനിറ്റ് ടർഫ് അല്ല അവര് ടോണൗട്ടും വെടിയും വെച്ച് ഒന്നും ചെയ്യാനില്ല. ടർഫിൽ ഒരു സാധനം വിളിച്ചു ചോദിച്ചാൽ ബാബ പറഞ്ഞുതരും വേണമെങ്കിൽ. ഇത് സത്യം പറഞ്ഞ ഇപ്പൊ ലക്ക് ബേസിലോട്ട് ഇത് പോയിട്ടുണ്ട്. കാരണം സോൺ ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ കൊണ്ടുവരണം. കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു ബെയ്റ്റ് ആയിരുന്നത്. TGയുടെ വണ്ടികളെല്ലാം റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും അത് കഴിവേട് ാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. മോബിയും അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അസപ്റ്റിയുടെ കൂടെ തന്നെ ഉണ്ട്. ഒരാൾ ഇടത്തുനിന്ന് വലത്തോട്ട് പിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിക്കിയുടെ വണ്ടിയുടെ അവിടെ മോബി ബ്ലോക്ക് പക്ഷേ അവരെ മാറ്റിയിരിക്കുകയാണ്. അവരെ സോണിന്റെ അകത്തിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ എവിടെ ഇറങ്ങിയാലും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മോനെ വിഷയം അവിടെ ചന്ദ്രൻ നല്ല ആളുണ്ടല്ലോ. 2 സൈഡിൽ നിന്ന് ചന്ദ്രനൊക്കെ അവിടെ ഓടി നടന്ന് പിക്കെടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ചന്ദ്രനൊക്കെ അവിടെ എല്ലാ ആംഗിളും ഓപ്പണാണ്. TGയുടെ മോബി അതേപോലെ ജുഗുർ ഈ ഒരു ആംഗിളിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഡെസ്റ്റോ അപ്പുറത്ത് ഹാർഡ് റഷ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് മേളിൽ നിന്ന് വില്ലും ചന്ദ്രനെ അവർ അടിച്ചോണ്ടിരിക്കുകയാണ്. എവിടെ ഇറങ്ങിയാലും ചന്ദ്രനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവര് ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ജോഡക്സ്മിക്ക് എല്ലാവർക്കും എല്ലാ ആംഗിളിൽ നിന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീലകണ്ഠൻ അവിടെ സ്മോക്ക് ബാബ്സിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിളിൽ നിന്ന് അവര് TV റഷ് ചെയ്ത് വരുന്നുണ്ട്. ഡൊമിനിക് അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. റോബ് ലൂച്ച് അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. DJ മാലിക് റൈറ്റ് സൈഡിലുള്ള കാര്യം TVക്കാർക്ക് അറിയുമെന്ന് അറിയത്തില്ല. അസൻസി അവിടെ ഹാർഡ് റഷ് ചെയ്ത് വരുന്നുണ്ട്. ചന്ദ്രൻ അവിടെ സേവറിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. മോബി ആൻഡ് ജുഗുർ ആ ഒരു ആംഗിളിൽ കയറി വരുന്നുണ്ട്. TGയെ വട്ടത്തിലിട്ട് അടിച്ചു കളഞ്ഞു. ഓക്കെ ജോഡക്സ്മിക്ക് ജുഗ്രു വിഴാം. ജുഗ്രുവിനെ അവരെല്ലാവരും അതേസമയം തന്നെ ബോബിയും വില്ലും എല്ലാരും അവരെ പിക്ക് ഓഫ് ചെയ്യണം. ഡെസ്റ്റോനെ അവിടെ അവരുടെ ബാക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് TG മാലിക്കിനെ അവിടെ എല്ലാരും വട്ടത്തിലിട്ട് അടിക്കുകയാണ്. നീല അവിടെ ചാടി അടിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. മാലിക്കിനെ ചാടി മാലിക്കിന്റെ കില്ല നീലകണ്ഠന് കിട്ടിയിരിക്കുകയാണ്. ജോസൂട്ടി ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്. റാവു ഈ ഒരു ആംഗിളിൽ ഇവിടെ 2-3 പേരുണ്ട്. നിക്കി ഉണ്ട് ഇവിടെ. നിക്കി റാവു അവിടെ റാവുനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും അവരെ സ്പോട്ട് ചെയ്ത് ആംഗിളോട് വന്നോണ്ടിരിക്കുകയാണ്. ചന്ദ്രന്റെ വീടിന്റെ ബാക്കി കൂടെ ഓടുന്ന ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. അസൻസിയോ പിക്ക് ഓഫ് ചെയ്തു.
റാവുവിനെ. നിക്കിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിക്കിനെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് നിക്കിക്ക് നല്ലൊരു കാര്യം കിട്ടി. ഏബലിന്റെ ഫ്രണ്ടിലോട്ടാണ് നിക്കി വരുന്നത്. ഇല്ല, നിക്കി തിരിച്ച് സാവേജിന്റെ ഫ്രണ്ടിലോട്ട് പോയി. സാവേജ് വേഴ്സസ് നിക്കി, നീലൻ, അതുപോലെ എല്ലാവരും മുകളിൽ നിന്നും താഴെ നിന്നും എല്ലായിടത്തും അടി വരുന്നുണ്ട്. ബട്ട് നിക്കിനെ അവരെ വട്ടമിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. ജോസൂട്ടി ഇപ്പോഴും സോണോട്ടുള്ളൊരു കാര്യം അവർക്ക് അറിയാമോ ഇല്ലെന്ന് അറിയത്തില്ല. ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്. അവരിങ്ങനെ ബുക്കിലല്ലേ കൈവച്ചിലിടിച്ചു കൊല്ലുവനെ. അവൻ ചോക്കുന്നില്ലല്ലോ. ഇനിയും ഒരു 15 മിനിറ്റ് പിടിച്ചു നിൽക്കണം. അടിക്കാൻ പറ്റത്തില്ല. അവിടെ അടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. ഗണ്ണ് ഇതൊക്കെ എന്ത് കോമഡി. ഒരിക്കില്ല നിക്കുന്നതാണോ അത്. സൂപ്പർ. ബ്രോ വേണേ നമ്മ നിക്കാം, മോണ്ടേജ് ഉണ്ടാക്കാം. പുതിയ മോണ്ടേജ് എന്താ വിളിച്ചൊക്കെ വരുത്തണ്ട. എന്താടാ പാവടാ. എത്ര വിക്ക് എത്ര വിക്ക് മോണ്ടേജ് ഉണ്ടാക്കാം. കഷ്ടം. എന്റെ വില്ല് മോനെ വേറെ മാറി കളിക്കാൻ. നീങ്ങോട്ട് നീങ്ങി ചെല്ലി ഹലോ കാറല്ലേ വേണോ വേറെ എവിടെയും കളിക്കാൻ കുത്തി? ആലോചിച്ച് നോക്കുന്നു. ആലോചിച്ചു വാ വാ വാ. കോൺഫിഡൻസ് ഒക്കെ കൊടുക്കണ്ട. എനിക്കൊരിക്കലും വരില്ല. സത്യം കോക്കു എന്റെ അവസ്ഥയൊക്കെ നോക്കിയൊക്കെ കോക്കു ഒന്ന് ആലോചിച്ചൊക്കെ. ഞാൻ നിങ്ങളുണ്ട്. പൊന്നോ അയ്യോ എന്നെ ചതിക്കല്ലേടാ ചതിക്കല്ലേ. ഇല്ല 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 വണ്ടി അങ്ങോട്ട് ഇട്ടോട്. എടാ മോബി എന്താടാ ചതി. മോബിയാന്നേ മോബിയാന്ന് ചതിച്ച. എടാ വണ്ടി ഇട്ടോടുക്ക് സൈഡിലോട്ട് ഇട്ടോടുക്ക്. ഇവൻ എന്തോ പരിപാടി നോക്കിണ്ട്. വണ്ടി വന്നു സേഫ് ആയിട്ട്. നമുക്ക് രണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു സിമ്പിൾ സാധനം പറയാം. ഞാനൊരു സിമ്പിൾ സാധനം പറയാം. ചായ വണ്ടി എടുക്കുന്നു, നമ്മുടെ വണ്ടിയുള്ള 2-3 പേരെ കൊല്ലാൻ പറ്റും. അളിയ എന്താടാ ഇത്? അവനെ വെറുതെ വിടാൻ പറയടാ. ടറപ്പിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് കൊല്ലാണ്ട് വെക്കണമല്ലോ. പിന്നെ നീ അത് തോന്നണ്ട കൊല്ലാണ്ട് വെക്കുമെന്ന്. അവര് കയ്യില്ലാങ്കറൊന്നല്ല, അവര് വെറുതെ അവിടെ കൊണ്ടുപോയി വെച്ചെടുക്കും കൊല്ലന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കോ.
ചന്ദ്രന് അതിന്റെ അകത്ത് കയറിയപ്പോ തന്നെ അടിക്കും. ചന്ദ്രൻ അടിക്കും. കൊല്ലത്തണ്ട ഇത് അടിക്കും, ഇപ്പൊ അടിക്കും. ഞാൻ പറഞ്ഞില്ലേ കില്ല് പോടാ ഇവന്മാരൊക്കെ അറിയില്ല. അല്ല സാവേജിമാരൊന്നും കണ്ണെടുത്തില്ല. ചന്ദ്രഹാസൻജി മാത്രം അടിച്ചുള്ളൂ. പിന്നെ മോശമാണ് കേട്ടോ, ഇതൊക്കെ മോശമാണ്. ഇല്ല ഞാൻ അടിച്ചിട്ട് അവ നല്ല അടി അടിച്ചെ. ഞാൻ ബാക്കറൊക്കെ വെറുതെ അടിച്ചിട്ട്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ ടർഫ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അതിന് പിണഞ്ഞു ഈ ടർഫിനെ പറ്റി എന്താ പറയാനല്ലേ? എന്തിനു പറയുന്നതിന്റെ അകത്ത് ഇങ്ങനത്തെ അവസ്ഥ ആർക്കും വരുത്തല്ലെന്നല്ലേ നോക്കൂ അല്ലേ? വാറ്റണ്ണനെ ടർഫ് കളിക്കണമെന്നുണ്ടോ? ഇത് കണ്ടപ്പോ വേണ്ടാന്നായി. ഇങ്ങനെ ലാസ്റ്റിൽ വന്നാലോ? എടാ ഞാൻ മുന്നേക്കെ എവിടെന്നെങ്കിലും ചാടിച്ചാകൂടാ എന്നെ ഇതിനു മുമ്പ് നമ്മളെല്ലാരും കുന്നളയും. ബിൽഡിങ്ങിനെ തന്നിട്ടില്ല.